എല്ലാവർക്കും സെക്യൂർ പി എസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. എഞ്ചിനീയറിംഗ് ഫിസിക്സില് മൊഡ്യൂൾ 3 10 മാർക്സ് വരുന്ന മൊഡ്യൂളാണ് അക്കോസ്റ്റിക്സ്. അതിന്റെ പാർട്ട് 1 പാർട്ട് 2 ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കോസ്റ്റിക് വേവ്സ് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസിയും, പിന്നെ അക്കോസ്റ്റിക് അബ്സോർപ്ഷൻ, റീവർബറേഷൻ ടൈം, സബൈൻസ് ഫോർമുല, അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ്, ഇത്രയും ടോപ്പിക്കിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ട് 3 അൾട്രാസോണിക്സിന്റെ ആപ്ലിക്കേഷൻസ്. സ്പെസിഫിക്കലി അവർ എടുത്തു പറഞ്ഞിട്ടുള്ളത് സോണാർ, NDT, പിന്നെ മെഡിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ നമുക്കിനി ആപ്ലിക്കേഷൻസ് ഓഫ് അൾട്രാസൗണ്ട് പഠിക്കാം. അൾട്രാസൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ ഫ്രീക്വൻസി വേവ്സ് ആണ്. And ultrasounds are able to travel along well-defined path even in presence of obstacles. നമ്മൾ അൾട്രാസൗണ്ട് ഒരു ഹൈ ഫ്രീക്വൻസി വേവ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന് പകരം നമ്മളൊരു ലോ ഫ്രീക്വൻസി വേവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഡിഫക്റ്റ് ഉള്ളിടത്ത് അത് ബെൻഡ് ചെയ്തു പോകും. അതേസമയം അൾട്രാസൗണ്ട് ഒരു ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഏബിൾ ടു ട്രാവൽ അലോങ് വെൽ ഡിഫൈൻഡ് പാത്സ് ഈവൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. Ultrasounds are used extensively in industries and for medical purposes. അപ്പൊ അതെന്തൊക്കെയാ നമുക്ക് നോക്കാം. ഇപ്പൊ ഇൻഡസ്ട്രീസിലാണെങ്കിൽ അൾട്രാസൗണ്ട് ഇസ് ജനറലി യൂസ്ഡ് ടു ക്ലീൻ പാർട്സ് ലൊക്കേറ്റഡ് ഇൻ ഹാർഡ് ടു റീച്ച് പ്ലേസസ്. ഫോർ എക്സാമ്പിൾ സ്പൈറൽ ട്യൂബ്, ഓഡ് ഷേപ്ഡ് പാർട്സ്, ഇലക്ട്രോണിക് കമ്പോണൻസ് എക്സെട്ര. നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത, പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഇടങ്ങൾ, അതായത് സ്പൈറൽ ട്യൂബ് ഒക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. സോ അങ്ങനത്തെ പാർട്സ്, പിന്നെ ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അൾട്രാസൗണ്ട്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഒബ്ജക്ട്സ് ടു ബി ക്ലീൻഡ് ആർ പ്ലേസ്ഡ് ഇൻ എ ക്ലീനിങ് സൊല്യൂഷൻ ആൻഡ് അൾട്രാസൗണ്ട് വേവ് ആർ സെൻഡ് ഇൻ ടു ദ സൊല്യൂഷൻ. നമുക്ക് ഏത് ഒബ്ജക്റ്റ് ആണോ ക്ലീൻ ചെയ്യേണ്ടത് അതൊരു ക്ലീനിങ് സൊല്യൂഷനിൽ നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, ക്ലീനിങ് സൊല്യൂഷനിൽ നമ്മൾ വെക്കും. നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റ് നമ്മൾ ആ ക്ലീനിങ് സൊല്യൂഷനിൽ ഇട്ടതിന് ശേഷം ആ സൊല്യൂഷനിലോട്ട് നമ്മൾ അൾട്രാസൗണ്ട് വേവ്സ് കടത്തിവിടും. അപ്പൊ ഇത് ഭയങ്കര ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട് ഈ ഒബ്ജക്റ്റിലുള്ള എല്ലാ ഡസ്റ്റ് ആയാലും ഗ്രീസ് അങ്ങനെയുള്ള ഡേർട്ടുകളെല്ലാം അതിൽ നിന്ന് വിട്ട് സൊല്യൂഷനിലോട്ട് വിട്ടുപോരും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ഒബ്ജക്ട്സ് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അതൊരു ആപ്ലിക്കേഷൻ ആണ്. പിന്നെ അടുത്തത് അൾട്രാസൗണ്ട്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റക്ട് ക്രാക്സ് ആൻഡ് ഫ്ലോസ് ഇൻ മെറ്റൽ ബ്ലോക്സ്. ഇപ്പം ചില മെറ്റൽ ബ്ലോക്സിനകത്ത് എന്തെങ്കിലും ക്രാക്കോ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ക്രാക്ക് ഒക്കെ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അൾട്രാസൗണ്ട്സ് യൂസ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വലിയ ബിൽഡിങ്സ്, പിന്നെ ബ്രിഡ്ജ്, മെഷീൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ക്രാക്ക് ഉണ്ടോ, അതൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അൾട്രാസൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്രാക്സ് കണ്ടെത്താൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ള ഒരു ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതൊരു മെറ്റൽ ബ്ലോക്ക് ആണ്. അതിന്റെ ഇവിടെ ഒരു ക്രാക്ക്, ഒരു ഡിഫക്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അൾട്രാസൗണ്ട് ഇങ്ങനെ കടത്തി വിടുകയാണെങ്കിൽ ഈ ക്രാക്ക് ഉള്ളിടത്ത് ഇത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരും. അല്ലാത്ത ക്രാക്സ് ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് അൾട്രാസൗണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് ഡിറ്റക്ടറിലോട്ട് എത്തുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്രാക്ക് ഉണ്ടോ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അൾട്രാസൗണ്ട്സ് ആർ അലൗഡ് ടു പാസ് ത്രൂ ദ മെറ്റൽ ബ്ലോക്ക് ആൻഡ് ദ ഡിറ്റക്ടേഴ്സ് ആർ യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ട്രാൻസ്മിറ്റഡ് വേവ്സ്. If there is even a small defect, the ultrasound gets reflected back, indicating the
presence of flaw or defect. Ordinary sound of longer wavelength can't be used for such purpose as it will bend around the corners of the defective location and enter the detector. അതായത് ഇപ്പൊ നമ്മൾ ഇതിന് പകരം വലിയ വേവ് ലെങ്ത് ഉള്ള ലോങ് വേവ് ലെങ്ത്, ഫ്രീക്വൻസി കുറഞ്ഞിട്ടുള്ള വേവ്സ് ആണ് നമ്മൾ ഇതിന് പകരം യൂസ് ചെയ്യുന്നതെങ്കിൽ, അൾട്രാസൗണ്ട് പകരം നമ്മൾ യൂസ് ചെയ്യാൻ എന്താ പറ്റുക, ഈ ഡിഫക്റ്റീവ് ലൊക്കേഷന്റെ സൈഡിൽ ഇതെന്ത് ചെയ്ത് ഈ വിട്ട വേവ് ഇതിങ്ങനെ ബെൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ബെൻഡ് ചെയ്ത് ഇറ്റ് വിൽ എൻറ്റർ ദ ഡിറ്റക്ടർ. സോ അതുകൊണ്ട് നമുക്ക് സാധാരണ ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള വേവ്സ് നമുക്ക് ഈ ഒരു പേർപ്പസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അൾട്രാസൗണ്ട് scanner is an instrument which uses ultrasonic waves for getting images of internal organs of the human body. നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ഇമേജസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ അൾട്രാസൗണ്ട് സ്കാനിങ് നമ്മൾ ചെയ്യുന്നത്. ഇത് നിങ്ങൾ കുറച്ചു പേരെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അൾട്രാസൗണ്ട് സ്കാൻ. It helps doctor to detect abnormalities such as stone in the gallbladder. അങ്ങനെ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ മുഴ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഡോക്ടറിന് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ടെക്നിക്കിൽ എന്താ ഇവർ ചെയ്യുന്നത്, അൾട്രാസൗണ്ട് വേവ്സ് ബോഡിയുടെ ടിഷ്യൂസിലൂടെ ട്രാവൽ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ഒരു ടിഷ്യൂ ഡെൻസിറ്റിക്ക് എന്തെങ്കിലും വ്യത്യാസമുള്ള ഒരു ഇടം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇത് തിരിച്ച് റിഫ്ലക്ട് ബാക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ വേവ്സ് എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് അങ്ങനെയാണ് നമുക്ക് ഓർഗൻസിന്റെ ഒക്കെ ഇമേജസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ടെക്നിക്കിനെ നമ്മൾ അൾട്രാസോണോഗ്രഫി എന്ന് വിളിക്കും. അപ്പൊ ഈ അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ പ്രഗ്നൻസി ടൈമിലൊക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കാനിങ് കൂടെയാണ് അൾട്രാസൗണ്ട് സ്കാനിങ്. അതുപോലെ അൾട്രാസൗണ്ട് യൂസ് ചെയ്തിട്ട് കിഡ്നി സ്റ്റോണ് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. കിഡ്നി സ്റ്റോണ് ചെറിയ ഫൈൻ ഗ്രെയിൻസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അൾട്രാസൗണ്ട് യൂസ് ചെയ്യും. പിന്നെ ഇത് അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് യൂസിങ് എ കപ്ലിംഗ് ജെൽ ഇൻ മെഡിക്കൽ അൾട്രാസൗണ്ട് ഇമേജിംഗ്? അപ്പൊ അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്തവർക്കറിയാം, അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ജെല്ല് യൂസ് ചെയ്യും. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുമ്പം ഈ ട്രാൻസ്ഡ്യൂസർ നമ്മുടെ സ്കിന്നില്, നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ മൂവ് ചെയ്യും. അങ്ങനെയാണ് ഇത് സ്കാൻ ചെയ്യുന്നത്. അപ്പൊ അത് സ്കാൻ ചെയ്യുമ്പോൾ ഈ ട്രാൻസ്ഡ്യൂസറും നമ്മുടെ സ്കിന്നും തമ്മിൽ ഒരു എയർ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ ആ എയർ ഗ്യാപ്പ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ട്രാൻസ്ഡ്യൂസറും സ്കിന്നും തമ്മിലുള്ള എയർ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കപ്ലിംഗ് ജെൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് സ്കാൻ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അതായിരുന്നു ആ ക്വസ്റ്റ്യൻ. അടുത്തത് സോണാർ. സോണാറിന്റെ ഫുൾ ഫോം എന്താ? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഷ്യൻ മാപ്പിങ്ങിനും ഓഷ്യൻ എക്സ്പ്ലോറിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ശത്രുരാജ്യത്തിന്റെ സബ്മറൈൻസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സോണാർ യൂസ് ചെയ്യാം. അതുപോലെ ഏതെങ്കിലും ഒരു കപ്പല് അപകടത്തിൽപ്പെട്ട അതിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങള്, അങ്ങനെ കടലിന്റെ അടിത്തട്ടിലുള്ള ഒബ്ജക്ട്സ് ഒക്കെ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സോണാർ യൂസ് ചെയ്യാം. 2 ടൈപ്പ് സോണാർ ആണുള്ളത്. ഒന്ന് ആക്റ്റീവ് സോണാറും ഒന്ന് പാസീവ് സോണാറും. ഈ ആക്റ്റീവ് സോണാർ transducers emit an acoustic signal or pulse of sound into water. ഈ ആക്റ്റീവ് സോണാറിന്റെ പ്രത്യേകത, അത് അക്കോസ്റ്റിക് സിഗ്നല് എമിറ്റ് ചെയ്യും.
വെള്ളത്തിലോട്ട്. അതേസമയം പാസീവ് സോണാറിന്റെ കേസിലോ ഇറ്റ് ഡസ് നോട്ട് എമിറ്റ്സ് ഇറ്റ്സ് ഓൺ സിഗ്നൽ. ഇതാണ് ആക്റ്റീവ് സോണാറും പാസീവ് സോണാറും തമ്മിലുള്ള വ്യത്യാസം. ഈ ആക്റ്റീവ് സോണാറില് ഈ എമിറ്റ് ചെയ്യുന്ന ഈ സൗണ്ട് പൾസ് ഒബ്ജക്റ്റിൽ വന്ന് തട്ടി അത് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യും. എന്നിട്ട് ഈ ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യും? ഈ സിഗ്നലിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യും. പിന്നെ അതിന്റെ റേഞ്ച്, ആ ഒബ്ജക്റ്റിന്റെ റേഞ്ച് എത്രയാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് എമിറ്റ് ചെയ്യുന്നതും ഇത് തിരിച്ച് ട്രാൻസ്ഡ്യൂസറിലോട്ട് റിഫ്ലക്ട് ചെയ്ത് എത്താൻ എടുക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈം നോക്കിയിട്ടാണ് ട്രാൻസ്ഡ്യൂസർ ഒബ്ജക്റ്റിന്റെ ഓറിയന്റേഷനും അതിന്റെ റേഞ്ചും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അതാണ് ആക്റ്റീവ് സോണാറിന്റെ പ്രത്യേകത. By determining the time between the emission of the sound pulse and its reception, the transducer can determine the range and orientation of object. അടുത്തത് പാസീവ് സോണാർ ആണ്. പാസീവ് സോണാർ എന്ന് പറയുന്നത് are used to detect noise from marine objects such as submarines or ships and marine animals like whales. ഇതിന് പ്രത്യേകം നമ്മൾ ഓൾറെഡി പറഞ്ഞു, it does not emit its own signal. ഇത് ആക്റ്റീവ് സോണാറിനെ പോലെ അല്ല. And it is an advantage for military vessels that do not want to be found. ഈ പാസീവ് സോണാർ ആണെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള അക്കോസ്റ്റിക് സിഗ്നൽസ് എമിറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇതിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ മിലിറ്ററി വെസൽസിനൊക്കെ പാസീവ് സോണാർ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. ഇതൊരു സോണാർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എ സോണാർ സെൻസ് സൗണ്ട് വേവ്സ് ഓഫ് സ്പീഡ് 1000 meter per second. These waves are reflected back by the ocean floor in 2 seconds. Find the depth in meter of the ocean floor. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഡിസ്റ്റൻസ്, ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, വേവ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യാം. 2000 meter എന്ന് കിട്ടും. അപ്പൊ നമുക്ക് അറിയേണ്ടത് വേവ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ല, ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് ദ ഓഷ്യൻ ഫ്ലോർ. അതായത് ഓഷ്യൻ ഫ്ലോറിൽ വേവ് വന്ന് തട്ടി അത് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്ത് പോന്നു അല്ലേ? അപ്പം 2000ന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഷ്യൻ ഫ്ലോറിന്റെ ഡെപ്ത് കിട്ടും. ദാറ്റ് മീൻസ് ഡെപ്ത് ഓഫ് ദ ഓഷ്യൻ ഫ്ലോർ എന്ന് പറയുന്നത് 2000ന്റെ പകുതി 1000 meter ആണ് ആൻസർ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ആപ്ലിക്കേഷൻസ് നോക്കാം. താങ്ക് യു.